നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 68. അമ്മു വീട്ടിനുള്ളിൽ കയറി. ആ മോളെ, നീ വന്നോ? കണ്ടപാടെ മീനുവിൻ്റെ അമ്മ അമ്മുവിനോട് ചോദിച്ചു. എന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ മോളെ, രാത്രിയൊക്കെ വരാതിരിക്കുമ്പോൾ എന്നാൽ വിളിച്ച ഫോണൊന്ന് എടുത്തൂടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂടെ? മുത്തശ്ശിയുടെ സംസാരം കേട്ടാൽ ഞാൻ ആദ്യമായിട്ടാണ് രാത്രി വരാതിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നടക്കാറുള്ളതല്ലേ, പിന്നെ എന്തിനാ വിളിച്ചു പറയുന്നത്? ഞാൻ വിളിച്ച ഫോണൊന്ന് എടുത്തൂടെ? ഓ, എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. ശരി മുത്തശ്ശി, ഞാൻ കിടക്കാം. എനിക്ക് ഭയങ്കര ക്ഷീണം, കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. എന്താ അച്ഛൻ്റെ വീട്ടിൽ നന്നായിട്ട് ഉറങ്ങിയില്ലേ? അച്ഛൻ്റെ വീട്ടിലോ? അല്ല, മോളിന്നലെ അച്ഛൻ്റെ വീട്ടിലായിരുന്നില്ലേ? ആ അതെ അതെ, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. നന്നായിട്ട് ഉറങ്ങിയില്ലേന്ന്? ഇല്ലെന്നേ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, നല്ല ക്ഷീണമുണ്ട്. ഞാൻ എന്തായാലും ഉറങ്ങട്ടെ. ഇതും പറഞ്ഞ് അമ്മു മുകളിലേക്ക് കയറിപ്പോയി. ഇങ്ങനെയൊരു കൊച്ച്. അമ്മുവിനെ കുറിച്ച് പിറുപിറുത്തുകൊണ്ട് മുത്തശ്ശി അടുക്കളയിലേക്ക്. അമ്മ ആരോടാ സംസാരിച്ചേ? വേറെ ആരോട്? നിൻ്റെ മകളോട്, മീനുവിനോടായി അമ്മ പറഞ്ഞു. അവൾ വന്നോ ഇത്രയും രാവിലെയോ? രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോയി. അതെന്താ? ആർക്കറിയാം, നിൻ്റെ മകൾ പിന്നെ കൂടുതൽ ഉത്തരങ്ങളൊന്നും പറയാറില്ലല്ലോ. എന്തായാലും വന്നല്ലോ, അത് തന്നെ സമാധാനം. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ അമ്മ, ഇന്ന് ഹോസ്പിറ്റലിൽ നേരത്തെ പോകാനുള്ളതാണ്. എന്നാൽ ശരി, നീ ഇറങ്ങിക്കോ. ഇതും പറഞ്ഞു മീനു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഇന്നലെ ലീവായതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കി മടുത്തു. നല്ല ദാഹം, നല്ല വിശപ്പുണ്ട്. അവൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. നേരെ കണ്ടത് ജയ്യായിരുന്നു. ജയ്യോ? മീനുവിന് അവനെ കണ്ടയുടൻ സന്തോഷമായി. ഇവരെന്താ ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നതായിരിക്കുമോ? അതിന് ചാൻസ് ഇല്ല. വല്ല അസുഖവും. എന്നാ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാനൊരു ഡോക്ടറല്ലേ, ഇവിടത്തേക്ക് വരുമ്പോൾ എങ്കിലും. ജി കാണാതെ മീനു മാറി നിന്ന് ചിന്തിച്ചു. മീനുവിന് സന്തോഷമായി. വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ കാണാനില്ല. ഇവരെന്തെവിടെ പോയി? അപ്രതീക്ഷിതായോ ഇത്ര പെട്ടെന്ന്? മീനു പെട്ടെന്ന് തന്നെ റിസപ്ഷനിലേക്ക് ഓടി. എന്താ മാം? മീനുവിൻ്റെ ഓട്ടം കണ്ട് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ ജയ് എന്നൊരു പേഷ്യൻ്റ് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ജയ്യോ? അതെ. നോക്കട്ടെ മാം, അങ്ങനെ ഒരു പേരിപ്പോൾ കേട്ടതായിട്ട് ഓർമ്മയില്ല, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് നോക്കിയേ. ശരി മാം. ഇല്ലല്ലോ മാം, അങ്ങനെ ഒരാൾ ഇന്ന് വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് ആയിരിക്കില്ല അവൻ. ഇനി ഫാമിലിയിൽ ആരെങ്കിലും വന്നപ്പോൾ കൂടെ വന്നതാണോ? വേറെ മാം പറയുന്നത് ഇന്നലെ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്ന അവരുടെ കൂടെ ഉണ്ടായ ആ പയ്യനെ കുറിച്ചാണോ? ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്നതോ? അതെ, ഇന്നലെ രാവിലെ തന്നെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നായിരുന്നു. അവരുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ആ പയ്യൻ്റെ പേര് ജയ് ആണെന്ന്. ആ പയ്യനാണ് അവരെ കൊണ്ടുവന്നത്. ആണോ? ആളിപ്പോൾ ഏത് റൂമിലാണ്? ആളിപ്പോൾ ICUയിലാണ് മാം. ഓക്കെ. എന്താ അയാളുടെ പേര്? കൃഷ്ണൻ എന്നാണ്.
കൃഷ്ണനോ? അപ്പോൾ ജയുടെ ബന്ധുവല്ല, ആക്സിഡൻ്റ് ആയതുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കുമോ? ആ പയ്യൻ്റെ കാറാണ് ഇടിച്ചതെന്ന്. ജയുടെ കാറോ? ഉം, ആ പയ്യൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആ പേര് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് സീരിയസ് ആയിരുന്നു. ഇന്നലെ ആ പയ്യൻ ഞാൻ പോകുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ, ഉം, ഉം, ആണോ? അതെ മാം. മാം ഉദ്ദേശിക്കുന്നത് ആ പയ്യനെ തന്നെയാണെന്ന് അറിയില്ല. ജെയിനാണ് പേര് എന്നെനിക്ക് ഓർമ്മയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ. അവർ റൂം എടുത്തിരുന്നല്ലേ? എടുത്തിരുന്നു മാം. 234. ആ, ഓക്കെ. ശരി മാം. മീനു പതുക്കെ നടന്നു. ജെയുടെ വണ്ടി കുടിച്ച് ആക്സിഡൻ്റ് ആയെന്നോ? ഇവനിതെന്താ എവിടെ നോക്കിയ വണ്ടി ഓടിക്കുന്നത്? എൻ്റെ അറിവിൽ തന്നെ ഇത് രണ്ടാമത്തെ ആക്സിഡൻറ്റാണ്. ഇത്രയും കെയർലെസ് ആയിട്ടൊക്കെ ഇവനെന്തിനാ വണ്ടി ഓടിക്കുന്നത്? ഇതും ചിന്തിച്ചിരിക്കുമ്പോൾ ജയ് വീണ്ടും മീനുവിൻ്റെ മുന്നിലെത്തി. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. മീനുവിനെ കണ്ടതിൻ്റെ ഒരു ഷോക്ക് ജയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തത്. ഇത് മീനുവിൻ്റെ ഹോസ്പിറ്റലാണെന്ന്. ഓ, ഇത് തൻ്റെ ഹോസ്പിറ്റലായിരുന്നല്ലേ? ജയ് ചോദിച്ചു. അതെ, എന്തേ അറിഞ്ഞില്ലേ? അവൾ മറുപടി പറഞ്ഞു. അത് ഇന്നലെ ഞാൻ ഓർത്തില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ. എന്ത് വിവരങ്ങൾ? താൻ ആരെയോ വണ്ടി ഇടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കിടത്തിയിരിക്കുകയാണെന്ന്. ഓ, അതോ? അതെ. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. തനിക്കിതുവരെ നേരാവണ്ണം വണ്ടി ഓടിക്കാൻ അറിയില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എൻ്റെ അറിവിൽ തന്നെ ഇത് രണ്ടാമത്തെ ആക്സിഡൻ്റ് അല്ലേ? അന്ന് താൻ വന്നതും ആക്സിഡൻ്റായിട്ട് തന്നെയല്ലേ? ആ, അന്ന് പറഞ്ഞു അവരുടെ മിസ്റ്റേക്കാണെന്ന്. ഇന്നോ? ഇന്ന് എൻ്റെ മിസ്റ്റേക്കാണ്. അതാ ഞാൻ ചോദിച്ചത്, തനിക്കിതുവരെ നേരാവണ്ണം വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന്. പറ്റിപ്പോയതോ? അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. സൂക്ഷിച്ചും കണ്ട് വണ്ടി ഓടിക്കണം. എല്ലാ സമയത്തും രക്ഷപ്പെടണമെന്നില്ലല്ലോ. കുറച്ചുകൂടി ശ്രദ്ധിച്ചൂടെ വണ്ടി ഓടിക്കുമ്പോൾ? അവൾ ഒരു ഉപദേശം പോലെ പറഞ്ഞു. ശരി, ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. അല്ല, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. കുറച്ച് ക്രിട്ടിക്കലായിരുന്ന കണ്ടീഷൻ എന്ന് അവിടുന്ന് മനസ്സിലായി, അതുകൊണ്ട് പറഞ്ഞതാ. ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കുറച്ചുകൂടി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, മനസ്സിലായോ? ഇത്രയും കെയർലെസ് ആയിട്ടൊന്നും വണ്ടി ഓടിക്കരുത്. അവളുടെ ഉപദേശം വീണ്ടും തുടർന്നു. ഓ, തുടങ്ങി. ഇവളിത് നിർത്തുന്നില്ലെന്നാ തോന്നുന്നത്. നിൻ്റെ മകളോടി വണ്ടി ഓടിച്ചത് ഇന്ന് പറയാൻ എൻ്റെ നാവ് തരിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, പോട്ടെ. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ശരി മാഡം, ഇനി സൂക്ഷിച്ച് വണ്ടി ഓടിച്ചോളാം. പോട്ടെ. ശരി. പിന്നെ ആളെ ഞാൻ നോക്കിക്കോളാം. ആരെ? അല്ല, താനിവിടെ കൊണ്ടിട്ട ആളില്ലേ, അയാളെ ഞാൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി മാഡം. ഇതാർക്കാ ഫുഡ്? അത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. ഓ, അതെന്താ അവരുടെ കൂടെ ആണുങ്ങളായിട്ട് ആരും ഇല്ലേ? ഇല്ല. എന്നാൽ ശരി, എന്തായാലും കൊണ്ടുപോയി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ കൊടുക്കണോ? വേണ്ട, മാഡം ഇവിടുത്തെ ഡോക്ടറാണല്ലോ. വേണ്ട, ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ശരി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇവിടെ വരെ വരേണ്ട ആവശ്യമൊന്നുമില്ല.
ശരി മാഡം, വിളിച്ചോളാം. അല്ല, എന്തിനാ മാഡം മാഡം എന്ന് വിളിക്കുന്നേ? മീനു ജയ്യു ഒന്ന് നോക്കി. ശരി മീനു, മതിയോ? എന്തിനിങ്ങനെ കടുപ്പത്തിൽ സംസാരിക്കുന്നേ? ഞാൻ വളരെ കൂളായിട്ടല്ലേ സംസാരിക്കുന്നുള്ളേ. കുറച്ചുകൂടി സോഫ്റ്റൊക്കെ ആയിട്ട് സംസാരിക്കാമല്ലോ. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എന്നാൽ ശരി, പോട്ടെ മീനു ഡോക്ടറെ. പോടാ. എന്ത്? ഒന്നുമില്ല. ഇതും പറഞ്ഞ് ജയ് നടന്നു. ഇവൻ ഭയങ്കര കടക്കനായിക്കൊണ്ടിരിക്കുക. ആ, ഇതിൻ്റെ പേരിലാണെങ്കിലും അവൻ എല്ലാ ദിവസവും വരുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് കാണാമായിരുന്നു. ഞാൻ അവനെ കാണണമെന്ന് വിചാരിച്ചതാ. മീനു മനസ്സിൽ പറഞ്ഞു. ഇതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് മീനുവിൻ്റെ മുന്നിലെത്തി. മാം, മാം പറഞ്ഞ ആ പയ്യനില്ലേ? ആ ആ ആ എന്തേ? ആ പയ്യൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മാം. പെൺകുട്ടിയോ? അതെ. മീനു വല്ലാണ്ടങ്ങ് ഷോക്കായി. അത് ചിലപ്പോൾ ആക്സിഡൻ്റായ അവരുടെ ആരെങ്കിലും ആയിരിക്കും. അല്ല, ആക്സിഡൻ്റായവരുടെ കൂടെ വന്നത് അവരുടെ ഭാര്യയും ഒരു മകളുമാണ്. വേറെ ആരും വന്നില്ല. ഇത് ഈ പയ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയായിരുന്നു. ഞാൻ പോകുന്നത് വരെ അവരിവിടെ ഉണ്ടായിരുന്നു. രാത്രിയുടെ കാര്യം എനിക്കറിയില്ല. ആണോ? മാമിന് ആ പയ്യനെ അറിയാവോ? ഇല്ല. ശരി മാം. മാം ഇത് ചോദിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നു. അതാണ് ഞാൻ മാമിനോട് പറയാമെന്ന് വന്നത്. ഓക്കെ. ആക്സിഡൻ്റ് ആയവരുടെ അല്ലെങ്കിൽ പിന്നെ ആരാ? ജയുടെ കൂടെ ഉണ്ടായ പെൺകുട്ടി. ഈശ്വര, ഇനി വല്ല പ്രേമോ? മീനുവിൻ്റെ കൈകൾ കാലും തളരുന്നത് പോലെ തോന്നി. ജയുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞ ആ വാക്ക് മീനുവിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്നൊരു വാക്കായിരുന്നു. എന്തോ അവൾക്കത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരാണ് ആ പെൺകുട്ടി? അത് കണ്ടുപിടിക്കണം. മീനു തീരുമാനിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും? അവൾ ഇരുന്നാലോചിച്ചു. പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് ഹോസ്പിറ്റലിലെ CCTV. അവൾ ഉടൻ തന്നെ ആ വഴിയിലോട്ടായി ഓടി. CCTV ഓപ്പറേറ്ററുടെ മുന്നിലെത്തി. ഇന്നലെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നായിരുന്നു. ഇന്നലെ രാവിലെ തന്നെയായിരുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ എനിക്കൊന്ന് കാണണമായിരുന്നു. ഒന്ന് എടുത്തുതരാമോ? അതിനെന്താ മാം, എടുത്തുതരാമല്ലോ. ഞാൻ നോക്കട്ടെ മാം. രാവിലെയാണ് ആക്സിഡൻ്റായിട്ട് വന്നത്. അവർ വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആരാ കൂടെ വന്നത് എന്നാണ് അറിയേണ്ടത്. ഓക്കെ മാം, ഞാൻ ചെക്ക് ചെയ്യാം. ശരി. അങ്ങനെ CCTV ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. മീനു അവിടെ തന്നെ ഇരുന്നു. ജയുടെ കൂടെയുള്ള പെൺകുട്ടിയെ കണ്ടതോടെ മീനു ശരിക്കും ഞെട്ടി. തൻ്റെ മകൾ അമ്മു. ബോധമില്ലാത്ത അമ്മുവിനെയാണ് ജയ് ആദ്യം കാറിൽ നിന്നിറക്കിയത്. CCTVയിൽ നിന്ന് ആദ്യം ആ ദൃശ്യം തന്നെ മീനു കണ്ടു. അമ്മു എങ്ങനെ? അമ്മുവും ജയും തമ്മിൽ എന്താ?
മീനു അറിയാതെ ചോദിച്ചു പോയി. CCTV ഓപ്പറേറ്റർ മീനുവിനെ നോക്കി. എന്താ മാം? ഏയ് ഒന്നുമില്ല. മാമിന് അറിയുന്ന ആരെങ്കിലും ആണോ ഇത്? അത് അറിയാം. ഇവരുടെ എല്ലാ വിഷ്വൽസും എൻ്റെ ഫോണിലേക്കൊന്ന് അയക്കണേ. ഇവർ ഇവിടെ എത്ര സമയം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ എല്ലാ വിഷ്വൽസും ഒന്ന് അയക്കണോ? ഓക്കെ. ഓക്കെ മാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മീനു പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. മീനുവിന് വിശ്വസിക്കാൻ സാധിച്ചില്ല കൺമുന്നിൽ കണ്ട കാഴ്ച. അമ്മവും ജയും തമ്മിൽ എന്തു ബന്ധം? തൻ്റെ മകളെ ജയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥ. ജയുടെ കൂടെ ഒരു പെൺകുട്ടി എന്ന് കേട്ടതോടെ തളർന്നതായിരുന്നു മീനു. അതോടൊപ്പം അത് തൻ്റെ മകൾ കൂടിയായതോടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മീനു മാറി. അപ്പോഴേക്കും വിഷ്വൽസ് മീനുവിൻ്റെ ഫോണിലെത്തി. ആദ്യ വിഷ്വൽ കണ്ട് തന്നെ മീനു ഞെട്ടി. ജയുടെ കൈകൾ മുറുകെ പിടിച്ച് ജയുടെ തോളിൽ ചാരി കിടന്നുറങ്ങുന്ന അമ്മുവിൻ്റെ വീഡിയോ. അതുകൂടി കണ്ടതോടെ മീനു ആകെ തകർന്നു. പിന്നീട് കണ്ട ജയ് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മുവിനെയാണ് മീനു കണ്ടത്. അവളെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്നുണ്ട്. മീനുവിന് കണ്ണുകൾക്ക് വിശ്വസിക്കണോ ഒഴിവാക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. താൻ എന്തു പറയണം, എങ്ങനെ ഇതിനെ നേരിടണം എന്നറിയില്ല. തൻ്റെ ഭർത്താവും തൻ്റെ മകളും. അല്പനേരം അവൾ അങ്ങനെയിരുന്നു. അപ്പോഴേക്കും മീനുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. എങ്കിലും വല്യേട്ടൻ്റെ കോളാണെന്ന് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ സാധിച്ചില്ല. അവൾ ഫോൺ എടുത്തു. തൻ്റെ ശരീരത്തിൽ വിറങ്ങിക്കുന്ന പരിഭവവും മറച്ചു വെച്ച് അവൾ ഹലോ പറഞ്ഞു. ഹലോ മോളെ, നീ ഹോസ്പിറ്റലിൽ എത്തിയോ? വല്യേട്ടൻ ഹലോ പറയുന്നതിന് മുമ്പ് അക്കാര്യം ചോദിച്ചു. എത്തിയേട്ടാ. അതെ, അവിടെ റൂം നമ്പർ 234 ഒരു പേഷ്യൻ്റ് ഉണ്ട്. കൃഷ്ണൻ എന്നാണ് പേര്. അതെ. വല്യേട്ടൻ എങ്ങനെ അറിഞ്ഞു? ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മോൾ നോക്കണം കേട്ടോ. അതുകൂടാതെ അവരുടെ ചെലവടക്കം. അല്ല, ആ പേഷ്യൻ്റ് വല്യേട്ടൻ്റെ ആരാ? എൻ്റെ ആരുമല്ല. നിന്നോടിത് പറയണ്ടെന്ന് ജയ് എന്നെ വിലക്കിയിരുന്നു. പക്ഷേ എനിക്കിതിനോടിത് പറയണമെന്ന് തോന്നി, അതാ ഞാൻ വിളിച്ചത്. എന്താ ഏട്ടാ? ഒന്നുമില്ല. അത് ഇന്നലെ അമ്മു വണ്ടി ഇടിച്ചതാണ് അയാളെ. അമ്മു? അതെ, അമ്മുവിൻ്റെ വണ്ടി അടിച്ചത്. ജയ്യാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ അവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മീനു, നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? അമ്മുവിൻ്റെ വണ്ടി ഇടിച്ചതിൻ്റെ കേട്ടതുകൊണ്ട് നിനക്ക് ടെൻഷനായല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ജയ് നിന്നോടിത് പറയണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കുന്ന കേട്ടോ. മോളെ, ടെൻഷൻ ആവാനൊന്നുമില്ല. അമ്മു വണ്ടി ഇടിച്ചു, ആൾക്കല്പം സീരിയസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. നീ അവിടെ അന്വേഷിച്ചില്ലേ? ഇപ്പോൾ ഓക്കെയാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ജയ് അമ്മുവിനാണ് വണ്ടി ഇടിച്ചതെന്ന് പറയണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ജയ്യാണ് വണ്ടി ഓടിച്ചതെന്നാണ് അവൻ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അവൻ പറഞ്ഞു അമ്മുവിൻ്റെ പേര് വരണ്ടാന്ന്, അവൾ ചെറിയ കുട്ടിയല്ലേ എന്ന്. പിന്നെ നിന്നോടുള്ള സ്നേഹം കാരണമായിരിക്കും അവനതങ്ങനെ പറഞ്ഞത്, അല്ലേ?
എന്നോടുള്ള സ്നേഹം. അല്ല അല്ല ഏട്ടാ, അ- അമ്മുവിനെ എങ്ങനെ ജയിക്കറിയാം? നിന്റെ മകളല്ലേ, അങ്ങനെ അറിയായിരിക്കും. അ, അല്ല ഏട്ടാ, അമ്മുവിനെ ജയിക്ക് നേരത്തെ പരിചയമുണ്ടോ? ആം, അങ്ങനെയൊന്നും അവൻ പറഞ്ഞില്ലല്ലോ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്തേ നീ അങ്ങനെ ചോദിച്ചത്? അം, അല്ല, എ- അത് അത് പിന്നെ ഏട്ടാ, അമ്മുവിൻ്റെ സ്വഭാവം അറിയാലോ. പെട്ടെന്ന് ആരോടും അടുക്കാത്തൊരു സ്വഭാവമാണല്ലോ അവള്. അതാ ഞാൻ ചോദിച്ചത്. ആം, അതെനിക്കറിയില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ജയായതുകൊണ്ടായിരിക്കാം. ആം, ആ ദേ അവൻ വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവളോട് തന്നെ കാര്യം ചോദിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ആ, വലിയേട്ടൻ ജയുടെ ഫോൺ കൂടി കണക്ട് ചെയ്തു. ആ, ഡാ, നീ ഹോസ്പിറ്റലിലാണോ ഇപ്പോൾ? വലിയേട്ടൻ ജയോടായി ചോദിച്ചു. ആ, അതെ ഏട്ടാ, ഇതാ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാന്ന് വെച്ച് വന്നതാ. അപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ആ, എന്താടാ? ഇത് മീനുവിൻ്റെ ഹോസ്പിറ്റലായിരുന്നല്ലേ? ഞാൻ ഇന്നലെ അത് ഓർത്തില്ലായിരുന്നു. ആ, ആണോ? ആ, നീ ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായടാ. ആ, ഞാനത് ഓർത്തില്ല ഏട്ടാ. ഇപ്പം മീനുവിനെ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത് തന്നെ. ആ, ആണോ? കുഴപ്പമൊന്നുമില്ല. നന്നായില്ലേ? പിന്നെ ബില്ല് ചിന്തിക്കണ്ടല്ലോ. വല്യേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ആ, അല്ല വല്യേട്ടാ, മിനുവിനോട് വല്യേട്ടൻ സത്യം പറയരുത്, അമ്മുവാണ് ഇടിച്ചതെന്ന കാര്യം. ആം, അതാ ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ചത്. നീ എന്തുകൊണ്ടാണ് അത് മീനുവിനോട് പറയണ്ട എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, അമ്മുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ തന്നെ മീനുവിന് ടെൻഷനാ. അതിനിടയ്ക്ക് ഇതുകൂടി വേണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഭാര്യാസ്നേഹം. വല്യേട്ടൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അതിന് ജയ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ മനസ്സിൽ പറഞ്ഞു, ഭാര്യസ്നേഹം ആരോടോ അവളോടോ. എടാ, നീ എന്തോന്നും മിണ്ടാതെ? നിനക്ക് നാണം വന്നോ? ഏ, എന്തിന്? അമ്മ പറഞ്ഞു നിനക്ക് അവളോട് ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ ഞങ്ങളെല്ലാവരും ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. തെറ്റിദ്ധരണയോ? എന്ത് തെറ്റിദ്ധരിച്ചു? ജയ് ചോദിച്ചു. അല്ല, നിങ്ങൾ തമ്മിൽ അത്രയും നല്ലൊരു ബന്ധത്തിലല്ല എന്നൊരു നിഗമനമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നീ ഇത് മാറ്റിയില്ലേ? ജയ് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞ അതേ കാര്യം. ഇവരെല്ലാവരും തങ്ങളെ നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ അതേ സംശയം വല്യേട്ടനുണ്ടല്ലേ? അല്ലടാ, പറഞ്ഞതാ. എൻ്റെ പൊന്നു വല്യേട്ടാ, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നൽ മാത്രം. ഞാനും മീനുവും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. അവൻ കൂളായി പറഞ്ഞു. ആ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ അമ്മുവിന് വേണ്ടി കുറ്റം ഏറ്റെടുത്തതും അവൾക്ക് വേണ്ടി രാത്രി മുഴുവൻ കാവലിരുന്നതൊക്കെ. പിന്നെ അല്ലാണ്ട്, മീനുവിൻ്റെ മകളെന്ന് പറയുമ്പോൾ അതെൻ്റെ മകളല്ലേ? അങ്ങനെയല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി ശരി, നടക്കട്ടെ. ആ, എന്നാൽ ശരി ഏട്ടാ, ഞാൻ ഫോൺ വെക്കട്ടെ. ആ, എന്നാൽ വെച്ചോ. ആ, ഇനിയിപ്പോൾ വല്യേട്ടൻ ഒരു കാര്യം പറയാനാണ് ഞാൻ മെയിൻ വിളിച്ചത്, അത് മറന്നു. ആ, എന്താടാ? അങ്ങനെയല്ല, മീനു എന്നെ കണ്ടു, എൻ്റെ വണ്ടിയാണ് ഇടിച്ചതെന്ന് അവൾ അറിയുകയും ചെയ്തു. അത് തിരുത്താൻ നിൽക്കണ്ട എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ആ, ഏയ് ഇല്ലടാ, ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ആ, ശരി. എന്നാൽ പിന്നെ വെക്കട്ടെ. ആ, ശരി. ആ, പിന്നെ ഒരു കാര്യം കൂടി. ആ, നിനക്ക് മുമ്പ് പരിചയമൊന്നും ഇല്ലല്ലോ അമ്മൂനെ, അല്ലേ? ഇല്ല. എന്തേ? അല്ല, ചോദിച്ചതാ. അമ്മ അങ്ങനെ പെട്ടെന്ന് ആരോട് അടുക്കുന്നൊരു സ്വഭാവമല്ല. അപ്പോൾ ഇന്നലെ മുഴുവൻ അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അതൊരു പാവം കൊച്ചല്ലേ ഏട്ടാ, എനിക്കങ്ങനെയാണ് തോന്നിയത്. പാവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മീനുവിനേക്കാളും പാവം അമ്മുവാണെന്ന്. അത്രയും പാവം. ആര്? അമ്മുവോ? അതെ അല്ലേട്ടാ, എനിക്കിന്നലെ അങ്ങനെയാണ് തോന്നിയത്.
എനിക്ക് പല സമയത്ത് സംശയം തോന്നി ഇത് മീനുവിൻ്റെ മോളല്ലേ എന്ന് പോലും. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അയ്യോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. ശരി ശരി, നടക്കട്ടെ. ഓക്കെ വല്ലേട്ടാ, ഞാൻ വെക്കുകയാണ്. ഓക്കേടാ. ഇതും പറഞ്ഞ് ജയ് ഫോൺ കട്ട് ചെയ്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു മീനു.